ഇത്രയും ഫീലോടെ പാടാൻ ചേച്ചിക്ക് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ പാട്ട് പഠിക്കാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ചേച്ചി ഇവിടെ ഇരിക്കണ്ടില്ലായിരുന്നു. അപ്പോ ഈ പാട്ട് കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരതാനേ, ദണ്ണങ്ങൾ തീർത്ത് സലമത്തേകനെ ഹന്നനെ, ദുഃഖത്തിൻ മാറല നീക്കിടേണേ സുബ്ഹാനേ. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കവലേ, അലിവിൻ്റെ നീരിനായി തേടുമീ വേഴാമ്പലേ, അളവറ്റ കാരുണ്യം നൽകിടേനെയോ ശരം, അർഹമുറാഹിമെ കാട്ടിത്ത അറിവിൻ പൂന്തരം. പാട്ടുണ്ട് നമ്മളെ സെലീം കോടത്തൂരിന്റെ കൂടെ പാടി. സെലീം കോടത്തൂർ എന്നെ കാണാൻ വന്നിട്ടില്ല, കാണാൻ വരണം. സെലിയുടെ പാട്ട് പാടിയിട്ടാണ് ഞാൻ വരലായത്. അന്നൊരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വീടുണ്ടായിരുന്നു, ഇപ്പൊ വീടൊന്നും ഇല്ല. വീടുള്ള സമയത്ത് വന്നിരുന്നു. അപ്പോൾ ചേച്ചി 14 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചേച്ചി, പാട്ടും പാടിയിട്ടും ഇങ്ങനെ വരച്ചിട്ടും ഒക്കെ. അപ്പം ആ ചേച്ചിയുടെ ആ ഫീലിങ്സ് ഒന്ന് പറയാൻ പറ്റുമോ ചേച്ചിക്ക്? 14 വർഷത്തെ എനിക്കങ്ങനെ ഫീൽ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ടല്ലോ. പിന്നെ ആ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ മാറ്റി കളയും. നമുക്ക് പുതിയ ഓർമ്മകളാണ് ഭഗവാൻ തരിക. ഇപ്പോൾ പഴയ ഓർമ്മകളൊന്നും ഭഗവാൻ തരില്ല. ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് അറിയൂല. ഒരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് തണുവ് തോന്നിക്കില്ല, ഞങ്ങളുടെ അടുത്തേക്ക് വെള്ളം വരുത്തില്ല ഭഗവാൻ. അതുപോലെ ഞങ്ങളെ സുരക്ഷിതമായിട്ട് കൃഷ്ണൻ കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ചേച്ചി ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലേ? ഇവിടുന്ന് ചേച്ചി ഒരുപാട് ആൾക്കാർ കാണും, വരും, ചേച്ചിയുടെ സാധനങ്ങളൊക്കെ വാങ്ങും. ഇത് വിറ്റിട്ട് എന്തെങ്കിലും കിട്ടാറുണ്ട് ചേച്ചി? 100-350 രൂപ ഒരു പടത്തിന് കിട്ടൂലേ? അത് എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ കിട്ടുള്ളൂ. പിന്നെ തരുന്നവര് സഹായിച്ച് തന്നാൽ അതന്നെ, അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ചേച്ചിയുടെ ആവശ്യപ്രകാരം വീട് ഇതൊക്കെ നടക്കട്ടെ. എന്താ വെച്ചാല് ഇപ്പോ നിലവിൽ ചേച്ചി ഒരുപാട് പാട്ട് പാടുന്നുണ്ടല്ലോ. എങ്ങനെ ചേച്ചിക്ക് ഏതെങ്കിലും ഫ്ലോറിൽ പോയി പാടണമെന്നോ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? അത് നിങ്ങളുടെ ഏതാണെച്ചെങ്കിൽ അവിടെ വന്നിട്ട് പാടാം. എന്നാലും നിങ്ങൾക്ക് TV ചാനലൊക്കെ പാടാൻ താല്പര്യല്ലേ? അതിപ്പോ ഇങ്ങനെയൊക്കെയുള്ള പാട്ട് തന്നെ അറിയുള്ളൂ. പിന്നെ ഇപ്പൊ അവര് പഠിക്കാൻ ഏതെങ്കിലും പാട്ട് തന്നാൽ പഠിച്ചിട്ട് പാടാന്ന് മാത്രം. ചേച്ചി ഏതെങ്കിലും പാട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ പഠിക്കാനായിട്ട്? ഇപ്പൊ ഈ പാട്ടുകളൊക്കെ പഠിക്കാൻ തന്നിട്ടുള്ളത് തന്നെ അതാണ്. അതിലൊക്കെ പഠിക്കാൻ തന്നിട്ടുള്ളത് മുത്തുക്കവരൊക്കെ. അപ്പോൾ അവര് കുറെ പാട്ടൊക്കെ തന്നില്ലായിരുന്നോ? അവര് പാട്ട് ഉടനെ കഴുത്തറക്കു പാപ്പ, അത് അതിന്റെ ശൈലി പാടണ വെച്ചെങ്കിൽ ഒരാണും പെണ്ണും വേണം. ചേച്ചിക്ക് രണ്ടുപേരും പാടാൻ പറ്റും അല്ലേ? ഓക്കെ, ഒന്ന് പാടി നോക്കാം നമുക്ക്. റെഡി, 1 2 3 ഓക്കെ. ഉടനെ കഴുത്തൻ്റെ അറുക്ക് ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ഉടനെ കഴുത്തൻ്റെ അറുക്ക് ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ബാപ്പാവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു, മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ ഉദിക്കുന്നില്ലേ, തക്ബീർ മുഴക്കി കൊണ്ടറുക്ക് ബാപ്പ, തൗഫീഖുടയോനോടടുക്ക് ബാപ്പ. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു, വിധിയിൽ വിറയ്ക്കാത്ത ഇബ്രാഹിമേ, മദീനെ വിജയിച്ചു പ്രിയ റസൂലേ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. എന്താണ് ശരിക്കും പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചേച്ചി പാടുന്ന ഓരോ പാട്ടും മനസ്സിലേക്ക് കുത്തി ഇറങ്ങാണ്. ഇത്രയും ഫീലോടെ പാടാൻ ചേച്ചിക്ക് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ പാട്ട് പഠിക്കാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ചേച്ചി ഇവിടെ ഇരിക്കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ പാട്ട്
കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരതാനേ, ദണ്ണങ്ങൾ തീർത്ത് സലമത്തേകനെ ഹന്നനെ, ദുഃഖത്തിൻ മാറല നീക്കിടേണേ സുബ്ഹാനേ. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കവലേ, അലിവിൻ്റെ നീരിനായി തേടുമീ വേഴമ്പലേ, അളവറ്റ കാരുണ്യം നൽകിടേണേ യോശരം, അർഹമുറഹിമെ കാട്ടിത്ത അറിവിൻ പൂന്തരം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരതാനേ. ഞാനിതെന്നും പറഞ്ഞതല്ലേ, നമുക്ക് അങ്ങനെ മനസ്സിൽ വരില്ല. ആദ്യമായിട്ട് കേൾക്കണവർക്ക് അത് നല്ലതും പൊട്ടി തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഇതിപ്പോ ശബ്ദം അറിഞ്ഞു കൊടുക്കാണ്, ഞാൻ മഞ്ഞൊക്കെ കൊണ്ടിരിക്കല്ലേ. നന്നായി പറഞ്ഞ കുറഞ്ഞു, വളരെ നന്നായി പറയാൻ. പിന്നെ അതുമല്ല ചേച്ചിയുടെ ടെൻഷൻ ശരിക്കും വയ്യേ പോകുന്നവർക്ക് ചേച്ചി എന്ത് ടെൻഷൻ അനുഭവിക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ നിലവിൽ ചേച്ചി 14 വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ, ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. അതല്ലേ ഞാൻ കണ്ണീരിൽ മുങ്ങി കൈകൾ നീട്ടുന്നു പറയണത്. അപ്പൊ നമ്മുടെ ഗുരുവായൂർ പടിഞ്ഞാറേത്തട അമ്പല നടയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് പാടുന്നത് അല്ലേ. അപ്പോൾ ചേച്ചിയെ ഇഷ്ടമായവരെല്ലാവരും ചേച്ചിയെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് ചേച്ചിക്ക്. അതുപോലെ തന്നെ സുബിൻ എന്ന് പറയുന്ന ആളാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആളെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ആ നമ്പറിലേക്ക് വിളിക്കുക. ഇത് നമ്മുടെ അമ്മയെപ്പോലെ നമ്മൾ കരുതണം. കാരണം 14 വർഷമായിട്ട് ഇതേ ഇരുന്ന് പാട്ട് പാടുന്നു, നമ്മുടെ പൊന്നോമന പുത്രനെ വരക്കുന്നു, എന്താ പറയാ, എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആർക്കും ഇതൊക്കെ സഹായിക്കാൻ കഴിയുന്നില്ല. അതിനിപ്പോൾ ഒരു പ്രധാന കാരണം ചേച്ചിക്ക് ഇതുവരെ ഫോണില്ലായിരുന്നു, ഒരു ആധാർ കാർഡ് പോലും ഇല്ല, അക്കൗണ്ട് പോലും ഇല്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവരാൻ പോകണം നമ്മൾ അല്ലേ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ചേച്ചിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു വാക്കർ പോലത്തെ ആ വടി കുത്തി പിടിച്ചാണ് ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിന് ചികിത്സയ്ക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ചേച്ചി ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ചേച്ചിയെ നേരിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ആരുണ്ടെങ്കിൽ വന്നിട്ട് ചേച്ചിക്ക് തന്നെ കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നില്ല. കാരണം ചേച്ചിയെ നേരിട്ട് കൊടുക്കുക. നേരിട്ട് ആൾക്ക് കിട്ടേണ്ട ഒരു സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ വേണ്ടതുള്ളൂ. ഒരു ഫോണ്, അതുപോലെ തന്നെ കുറച്ച് മരുന്ന് വാങ്ങാൻ കുറച്ച് കാര്യം, അങ്ങനെയൊക്കെ അത് ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കുക. അങ്ങനെ പറയാ ചേച്ചി അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇല്ല, ഒരു പാട്ട് കൂടി പാടാം നമുക്ക്, നല്ലൊരു പാട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, എനിക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ചേച്ചിയുടെ കുറച്ച് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. കാരണം ചേച്ചി കുറേ ആവശ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിറവേറ്റി കൊടുക്കണം. അപ്പോൾ എന്തായാലും ചേച്ചി വൈറലായൊരു പാട്ടുണ്ട്, നമ്മളെ സെലീം കോടത്തൂരിൻ്റെ കൂടെ പാടി. സെലീം കോടത്തൂർ എന്നെ കാണാൻ വന്നിട്ടില്ല, കാണാൻ വരണം. സെലിയുടെ പാട്ട് പാടിയിട്ടാണ് ഞാൻ വരലായത്. അന്നൊരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വീടുണ്ടായിരുന്നു, ഇപ്പൊ വീടൊന്നും ഇല്ല. വീടുള്ള സമയത്ത് വന്നിരുന്നു. പിന്നെ ഇപ്പൊ തെരുവിലായിപ്പോ കാണാൻ വരാത്തത് ഒരു ഇമേജ് കുറവാണെങ്കിൽ വേണ്ട, അത് അല്ലാ കണ്ടോളൂ. മനസ്സിലായിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ആ ഒരു വൈറൽ പാട്ട് കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ. ഞാൻ കെട്ടിയ പെണ്ണിനിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ എനിക്കൊരു സുന്ദരിയാണേ. 14 പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി നിന്ന് നോക്കും പെണ്ണാണേ. എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതൻ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ. ഞാൻ കെട്ടിയ പെണ്ണിനിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ എനിക്കൊരു സുന്ദരിയാണേ. 14 പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി നിന്ന് നോക്കും പെണ്ണാണേ.